യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം അതിന്റെ 2 വചനം. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു. കായ്ക്കാത്തതൊക്കെ നീക്കിക്കളയും. കായ്ക്കുന്നതാണെന്ന് തോട്ടക്കാരന് മനസ്സിലായി കഴിഞ്ഞാൽ കായ്ക്കുന്നതിനെ താലോലിക്കലല്ല തോട്ടക്കാരൻ ചെയ്യുന്നത്, മറിച്ച് അതിനെ ചെത്തും, വെടുപ്പാക്കും. അതിലെ അശുദ്ധികളൊക്കെ മാറ്റി ആവശ്യമില്ലാത്തതെല്ലാം നീക്കി ചെത്തുമ്പോൾ ഒത്തിരി വേദനയാ, ഒത്തിരി പ്രയാസാ. ഏ നമ്മൾ ചിന്തിക്കും, എന്തിനാ ദൈവം ഇങ്ങനെ ചെത്തൽ? എന്നിലൊരു ഫലമൊക്കെ ഉണ്ടായല്ലോ, വീണ്ടും എന്തിനാ ചെത്തൽ? തമ്പുരാൻ പറയുന്നു, നീ ഫലമുണ്ട്, നിന്നിൽ ഈ ഫലം പോരാ, ഈ നന്മ പോരാ, ഈ അനുഗ്രഹം പോരാ. നീ സമൃദ്ധമായി വളരണമെങ്കിൽ, സമൃദ്ധമായി ഫലം കായ്ക്കണമെങ്കിൽ ഒരു ചെത്തലിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരണം. പ്രിയ ദൈവവേദലെ, ഇന്ന് കടന്നു പോകുന്ന ആ വേദനയുടെ അനുഭവം ഉണ്ടല്ലോ, അത് നിന്നെ തകർത്ത് കളയാനല്ലെന്ന്, മറിച്ച് കഴിഞ്ഞ നാളുകളിൽ നീ കായ്ച്ചതിനേക്കാളും ഫലം കൊടുത്തതിനേക്കാളും ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നിന്നെ എത്തിക്കാൻ വേണ്ടി സ്വർഗത്തിലെ തോട്ടക്കാരൻ, സർവശക്തനായ ദൈവം നിന്നെ ചെത്തി വെടുപ്പാക്കുന്നതാ. ഇതിൽ നീ തകർന്നു പോകത്തില്ലെന്ന്. ഒരു സൈഡിൽ നിന്നെ ചെത്തി വെടുപ്പാക്കുമ്പോൾ അടിയിൽ നീ വാടിപ്പോകാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ നിനക്കാവശ്യമായിട്ടുള്ള വെള്ളവും വളവും നീ പോലും അറിയാതെ തോട്ടക്കാരൻ നിന്റെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. അതേ പ്രിയ ദൈവത്തിലെ, നീ വളരും, നീ ഫലം കായ്ക്കും, സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ദൈവം അതിനുവേണ്ടി നിന്നെ പ്രിപ്പയർ ചെയ്യുക. സങ്കടപ്പെടാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.